നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നലെ ചുരിദാറിന് നമ്മൾ സ്റ്റിഫ് വെക്കുന്നെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇന്ന് സ്റ്റിഫ് ഒന്നും കാണത്തില്ല. നമുക്ക് ഈ ഒരു പീസ് തുണി എടുത്തിട്ട് നമുക്കത് വെട്ടി വെക്കാം. ആദ്യം നമുക്ക് ഇന്നലെ വരച്ച കഴുത്താണ്. ആദ്യം നമുക്ക് റൗണ്ട് കഴുത്ത് ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തു. അതിനുശേഷം ബാക്ക് പീസ് അങ്ങ് മാറ്റിയിട്ട് ആ ഫ്രണ്ട് പീസ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ചതുരമാണ് കഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ചതുരം ഞാൻ വെട്ടുക. കഴുത്ത് വെട്ടി മാറ്റി. ഇനി നമ്മളതെങ്ങനെയാണ് തുണിയെ വെട്ടുന്നതെന്ന് നോക്കാം. 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഒരു ബാക്ക് കഴുത്തും ഒരു ഫ്രണ്ട് കഴുത്തും വെട്ടാൻ. അതിങ്ങനെ രണ്ടായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഓരോ കഴുത്തും എടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. കഴുത്ത് അതുപോലെ തന്നെ വെച്ചിട്ട് വരയ്ക്കുക. വരച്ചിട്ട് 1 ഇഞ്ച് അകലത്തിൽ നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് കഴുത്ത് കിട്ടി. നമുക്ക് ഫ്രണ്ട് കഴുത്ത് വെട്ടാം. നമുക്ക് 2 കഴുത്തും കിട്ടി, കൈ കിട്ടി. നമുക്കപ്പോൾ തയ്ക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് രണ്ടും മടക്കി അടിച്ചു. ഇനിയും കഴുത്ത് പിടിപ്പിക്കാം. ആദ്യം ഫ്രണ്ട് കഴുത്താണ്. ആ ഫ്രണ്ട് കഴുത്ത് ചീത്ത വശത്തുകൂടല്ല, നല്ല വശം എടുത്തിട്ട് നല്ല വശത്തുനിന്ന് വേണം ഇത് തയ്ക്കാൻ. അത് ഈ കോർണർ വെച്ച് നോക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സൂചി താത്ത് കൊടുത്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ചുറ്റി അടിച്ചു. ഇനി നമ്മൾ ഈ കോണ് വരുന്ന ഉടനെ ഈ കോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലേ തിരിച്ചിടുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തുള്ളൂ. നമുക്ക് പുറംകാണി അടിച്ചു കൊടുക്കാം.
പുറംകാണി എന്ന് പറയുമ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വെക്കുന്ന പീസിലിരിക്കണം, ഇപ്പുറത്തോട്ട് കയറരുത്. ഹെം ചെയ്യാനാണ് നമുക്ക്, എന്നാലും വലിയ കാണിയിട്ട് ഇത് അമങ്ങിയിരിക്കാനായിട്ട് നമുക്കൊരടി അടിച്ചു കൊടുക്കാം. ഹെം ചെയ്തിട്ട് ഊരിക്കളയാം. അങ്ങനെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എഴുത്ത് തയ്ക്കാം. ബാക്കി എഴുത്ത് തയ്ക്കുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും ചോക്കിൻ്റേത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ല വശം നോക്കിയേ തയ്ക്കാവൂ. കൊടുത്ത് നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. കഴുത്ത് ഈ വളവുള്ള ഭാഗം എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ തയ്ച്ച നൂലിലോട്ട് കയറാതെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പുറംകാണി അടിച്ചു കൊടുക്കാം. വെട്ടമുണ്ടോ നമ്മളെ? ഇനി ഷോൾഡർ കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഷോൾഡർ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് തുമ്പ് ഒളിച്ചിരിക്കണമല്ലോ. തുമ്പ് ഒളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക. കണ്ടോ, ഇതിങ്ങനെ വെക്കുക. കണ്ടോ, വെച്ചിട്ട് ഈ പീസ് എടുത്ത് ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കണം. അപ്പോൾ തയ്യൽ തുമ്പ് ഒളിഞ്ഞിരിക്കും. നല്ല വശവും വെച്ചിട്ടാണ്, നല്ല വശവും വെച്ചിട്ട് തയ്ക്കുക. ഒന്നുകൂടെ അടിക്കാവേ. കണ്ടോ, ഞാൻ തിരിച്ചിട്ട് കാണിക്കാം. കണ്ടോ, നമുക്ക് ഈ തയ്യൽ തുമ്പ് കാണത്തില്ല. അതാ കണ്ടോ. ഇനി അപ്പുറം അതുപോലെ തന്നെ തയ്ക്കാം. അതായത് ഇത് നല്ല വശമാണ്. ഇത് ഈ നല്ല വശവും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ പീസ് എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വെക്കണം. നമുക്ക് തയ്യൽ തുമ്പ് നല്ല വൃത്തിക്ക് ഇരിക്കും. ഇനി ഇത് രണ്ടും നമുക്ക് ഹെം ചെയ്ത് കൊടുക്കണം.
ഹെം ചെയ്ത് കൊടുക്കണം. കഴുത്തേൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വലിയ കാണിയിട്ട് അമങ്ങി അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വലിയ കാണിയിട്ട് അടിക്കുക. അടിച്ചിട്ട് അടിച്ചു വിടുക. വലിയ കാണി ഇടണം. അപ്പം ഞാൻ നിർത്തിയാണ് തയ്ക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. ഇപ്പം നമ്മൾ കഴുത്ത് രണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്, തയ്ച്ചിട്ടുണ്ട്. കഴുത്ത് ബാക്ക് കഴുത്ത് ഫ്രണ്ട് കഴുത്തും അടിച്ചു വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ എടുത്ത് വെട്ടിയാൽ കൈയുടേത് എടുത്ത് വെട്ടിയല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും കൂടെ നമ്മൾ എടുത്ത് വെട്ടണം. ഫ്രണ്ട് കൈക്കുഴി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ മുറിയാതെ ഈ കൈക്കുഴി, ഈ കൈയുടെ ഇവിടെ കുഴിയില്ലേ, ഈ കുഴി മാത്രം കണ്ടോ. ഇത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുറിയാൻ പാടില്ല. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ വന്നിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഷേപ്പ് മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഷോൾഡറിൻ്റെ അവിടോട്ട് കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ രണ്ടെണ്ണം എടുത്ത് വെട്ടിയല്ലോ, ആ എടുത്ത് വെട്ടിയത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഈ ഫ്രണ്ട് കണ്ടോ, ഈ സൈഡിൽ തന്നെ വരണം, അല്ലെങ്കിൽ ഒരെണ്ണം തിരിഞ്ഞു പോകും. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഇവിടെ ചോക്ക് വരച്ചിട്ടുണ്ടല്ലോ, ഈ പീസയിൽ കൂടെ ചീത്തവശം ഇങ്ങനെ ഒരു വര വരച്ചേക്കുക. അപ്പോൾ നമുക്കത് ചീത്തവശമാണെന്ന് മനസ്സിലാകും, കൈ തിരിഞ്ഞും പോകത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോക്ക് വശം ഉള്ള വശം തന്നെ എടുത്ത് നമുക്ക് അടിക്കാം. കണ്ടോ, നമ്മളിനി ഈ വരച്ചില്ലേ ആ വശം നോക്കി അടിക്കും. അപ്പോൾ കൈ ഫ്രണ്ട് വെട്ടിയത് തിരിഞ്ഞു പോകത്തില്ല. സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഇത് തയ്ച്ചു. ഇനി ഒരു പടിയും കൂടെ മടക്കി അടിക്കണം. 2 മടക്കിട്ട് വേണമെങ്കിൽ അടിക്കാമായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു മടക്കിട്ട്. അറിയാൻ വയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അകത്ത് ചുളുങ്ങും. ഇതിങ്ങനെ ഒരടിയും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ കൈയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് മടക്കി വെച്ച് നോക്കാം. കണ്ടോ, ഈ എടുത്ത് വെട്ടിയത് ഇവിടെ വന്നു. കണ്ടോ, ഇത് ഫ്രണ്ട് വശം വന്നു, ഇതും ഫ്രണ്ട് വശം വന്നു. എടുത്ത് വെട്ടിയത് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വരണം, ഒരെണ്ണം ബാക്കി പോകരുത്. നമുക്ക് കൈ പിടിപ്പിക്കാം. ഷോൾഡർ കൂട്ടി ചേർത്തടം എടുക്കുക. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ
ചിലപ്പം ഒരെണ്ണം എത്താതെ വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് ഇതാണ്. അപ്പോൾ ആ ഫ്രണ്ട് നമ്മൾ നോക്കണം, കട്ട് ചെയ്തത് ഇത് ഇപ്പോൾ അപ്പുറത്തെ കൈയുടെയാണ്. അപ്പോൾ ആ ഫ്രണ്ട് കട്ട് ചെയ്തത് എവിടെ വരുന്നെന്ന് നോക്കണം. കണ്ടോ, ഇത് ഫ്രണ്ട് കട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് ആ ഫ്രണ്ടിൽ വരത്തക്കതുപോലെ തന്നെ നമ്മൾ വെച്ച് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ കൈ തയ്ക്കുമ്പോൾ ടോപ്പിൻ്റെ നല്ല വശം കൈയുടെ നല്ല വശം രണ്ടും നല്ല വശം തമ്മിലാണ് കൂട്ടിച്ചേർക്കേണ്ടത്. കണ്ടോ, 6 വണ്ണം പ്ലസ് 2 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവ് തന്നെ നമുക്ക് തിരിച്ച് വെച്ച് ഒന്നുകൂടെ അടിക്കാം. ഒരു കൈ പിടിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത കൈ പിടിപ്പിക്കാം. അപ്പോൾ നല്ല വശവും ഇതിൻ്റെ നല്ല വശം കണ്ടോ. ആ ഈ ഫ്രണ്ട് കൈക്കുഴി എടുത്ത് വെട്ടിയത് ഫ്രണ്ടിൽ തന്നെ വന്നത് കണ്ടോ. തയ്ക്കാൻ പോകുമ്പോൾ വര വരച്ചിട്ടുണ്ടല്ലോ 2 സൈഡിലും, ആ വരയിൽ കൂടെ വേണം നമ്മൾ തയ്ക്കാൻ. അപ്പോൾ കൈവണ്ണം ഇവിടെ പോയിൻ്റ് ചെയ്തേക്കുന്നതാണല്ലോ, ആ കൈവണ്ണം പോയിൻ്റ് ചെയ്തതിൽ നമ്മൾ എത്ര ആയിരുന്നു കൈവണ്ണം, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. കൈയുടെ തുമ്പുവണ്ണം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ വണ്ണം എടുക്കുക. ഇവിടെ 9.5 ആണോ, 9.5 ആകുമ്പോൾ 4.25, ആ 4.25 ഞാൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. തയ്ച്ച് വരുമ്പം നമ്മളിവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ വണ്ണം, ആ വണ്ണം പോയിൻ്റ് ചെയ്ത ഇതേ അളവെ കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ, നിർത്തിയിട്ട് പിടിച്ച് വെച്ച് തയ്ച്ച് കൊടുക്കുക. കേട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തൊന്നുകൂടെ അടിക്കാം, ഒരു 1/4 ഇഞ്ച് അകലത്തിൽ. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് കയറ്റി വരയ്ക്കാൻ പാടില്ല, ഈ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയെടുക്കണം. ഇപ്പുറത്തോട്ട് കയറരുതേ. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ അടിക്കാം. പിന്നെയും ഒരു മടക്കി, അതായത് ഇത് താഴ്വശം വീതി കൂടുതലും മുകളിലോട്ട് വീതി കുറവുമാണ്. കാരണം സ്ലിറ്റ് വീതി കൂടുതലാണ്. സ്ലിറ്റ് വീതി കുറവുള്ളവർക്കാണെങ്കിൽ നമുക്ക് മേളിലും താഴെയും ഒരേ വീതിയാണ് വരുന്നത്. ഇത് സ്ലിറ്റ് വീതി കൂടുതലാണ് താഴ്വശം.
നമ്മൾ ഇവിടെ ഈ വെട്ട് ഇട്ട് നിർത്തിയല്ലോ, നിർത്തിയുടെ അടിക്കാൻ പോവുകയാണേ. അതെല്ലാവരും ശ്രദ്ധിച്ചോണം. ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ ആ പോയിന്റ് നിർത്തിയിട്ടില്ലേ, നിർത്തിയിട്ട് വരുമ്പം കണ്ടോ, ഇങ്ങനെ തന്നെ തയ്ച്ച മേളിലോട്ട് വന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മേളിൽ ഇവിടെ നിർത്തിയിട്ട് ഇത് തിരിച്ചിങ്ങനെ കുത്തിയിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, മടക്കിയിട്ട് ഇത് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടിക്കുക. വെച്ചിട്ട് ഇനി നമുക്ക് താഴോട്ട് അടിച്ചു കൊടുക്കും. അവിടെ മാത്രമേ ഇച്ചിരി വീതി കൂടുക, കാരണം താഴ്വശം സ്ലിറ്റിന് വീതി കൂടുതലുള്ളത് കൊണ്ടാണ്. അതാ മടക്കുന്നത് വീതി കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ അത് അവിടെ താഴോട്ട് വരുന്ന ഉടനെ അത് വീതി കുറച്ച് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇത് തിരിച്ചിട്ടിട്ട് നല്ല വശത്തൂടെ ഈ എറമ്പിനൂടെ തീർത്ത് നല്ല ഒരടിക്കൂടെ അടിച്ചു കൊടുക്കുക. ആ ചുളുക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ സ്പീഡിലടിക്കാതെ ശ്രദ്ധിച്ച് ഇപ്പുറത്തോട്ട് ഇറങ്ങാതെ ഇങ്ങനെ ചെറുതൂടെ അടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മളൊരു വശം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പുറ വശവും കൂടെ നമുക്കിതുപോലെ തന്നെ തയ്ക്കാം. ചുരിദാർ തയ്ച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.